സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ വേറൊരു പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, എന്താണ് നമ്മ കളിക്കാൻ പോണ ഗെയിം മിക്കവർക്കും അറിയാൻ പറ്റും. നമ്മൾ കളിക്കാൻ പോണ ഗെയിം CPM 1 ഉണ്ടോ ചോദിച്ചോക്കെ. അപ്പൊ CPM 1 നമ്മ ഇപ്പോൾ. ഓക്കെ, നമ്മ എന്താണ് ബസ്സിനും കാര്യങ്ങളൊക്കെ ഇച്ചിരി മാറി ഇതാണ്ട് ഈ CPM തന്നെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോ നമ്മുടെ വീടാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഉണ്ടാവും ഈ വീട്. CPM മിക്ക പ്ലേയേഴ്സിൻ്റെയിലും ചിലപ്പോൾ അവരുടെ ഫസ്റ്റ് ഒരു അച്ചീവ്മെന്റ് എന്ന് പറയണ അത്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹൗസ് എന്ന് പറയണ ഈ ഒരു വീട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ വേണ്ട ഞാൻ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് നമുക്ക് CPM തന്നെ ഇച്ചിരി പൂവല്ലല്ലോ ഇലകൾ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവിടെ കുറെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിന് ഞാനാണ് തെങ്ങ് വെച്ചാറ് നല്ലത് അത് പോയി. പിന്നെ അത് ഉണ്ട് ഇവിടെ ചില്ലടിക്കാൻ പറ്റണ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ദിസ്, മറ്റേ എന്താണ് അതിന്റെ പേര്, നമ്മ മൂന്നാറൊക്കെ ടൂർ പോകുമ്പോൾ സാധനം പേരെന്തിട്ടാണ്, എന്റെ പേര് കിട്ടാനുള്ള കേസ് ഒക്കെ അറിയണം. അവരൊന്ന് കമന്റ് ഇടുക. ഫയർ വർക്ക് അങ്ങനെ തന്നെ അറിയാമല്ല, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ വണ്ടി കാര്യങ്ങളതേ, നമ്മുടെ വണ്ടിയുടെ പേര് കില്ലാടി എന്നാണ്ടോ ചോദിക്കേ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അടിച്ചെന്ന പേരാണ്. ഓക്കെ, അവൻ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അടിച്ച പേരാണ്. സോറി. ഓക്കെ, കില്ലാടിന്ന്. പിന്നെ 916 പൊന്നിന് പകരം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഗ്രീൻ തീമിലും കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നത്. പിന്നെ വണ്ടി ഫ്രണ്ട് സസ്പെൻഷൻ ഫുള്ളും കുറച്ചിട്ട് ബാക്ക് ഇച്ചിരി പൊക്കി വെച്ചിട്ടിട്ട് നോക്കി. ഇവിടുത്തെ MVDയും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ്. പിന്നെ ഞാൻ ഒരു മാസത്തോളമായിട്ടുണ്ടാവും വീഡിയോസ് ചെയ്തിട്ട്. ഓക്കെ, ഒരു മാസത്തോളം, ഒന്നൊന്നര മാസത്തോളം, ഒരു മാസം കൂടിപ്പോയി, ഒരു മാസമായിട്ടുണ്ടാവും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരുന്നിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെറിയൊരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. ഓക്കെ, ചെറിയൊരു ജോബിനും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റായിക. ഓക്കെ, ഇവിടെ നിന്ന് കയറിയിട്ടേ അല്ലേ, ഇവിടുന്ന് ഒച്ച കേൾക്കും നമുക്ക്. ഓക്കെ, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റായിക. അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് തകർത്തേ. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ CPM 1 ഒട്ടും കളിക്കുന്ന ഞാൻ വിചാരിച്ചവനല്ല. ഓക്കെ, ഞാൻ ബസ്സിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇരിക്കാന്നുള്ളൊരു പരിപാടിയിലായിരുന്നു. പിന്നെ നമ്മുടെ നവൻ ബ്രോയും പിന്നെ വേറെ AbioX എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബ്രോയും CPM കളിക്കണം. നവൻ വൈറ്റിയും AbioX ഈ രണ്ടുപേരുടെയും വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മോട്ടിവേഷൻ കയറിയ. ഓക്കെ, ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ ചിന്തിച്ചു. ഓക്കെ, CPM എന്തുകൊണ്ട് എനിക്ക് കളിച്ചൂടാ. ഇപ്പൊ മോട്ടിവേഷൻ കയറി. ഒരു രണ്ടാഴ്ച കൊണ്ട് ഞാൻ ഒരു 2 ലക്ഷം നേടി. ഓക്കെ, അത് ഞാൻ കുറെ കഠിന പ്രയത്നം എന്നൊക്കെ പറയില്ലേ, ആ സംഭവമൊക്കെ ചെയ്ത് കുറെ ആളുകളായിട്ട് പരിചയപ്പെട്ട് അവരുടെ ഇച്ചിരി ഫണ്ട് വെച്ച് മേടിച്ച്. ഓക്കെ, അങ്ങനെ ഞാൻ ഈ CPM കളിക്കാൻ തുടങ്ങിയ. ഓക്കെ, എനിക്കിത് കളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്താണ്, നമുക്കൊരു ഈഗോ പോലത്തെ ഒരു ഗെയിമാണ് ഈ CPM എന്നുള്ളത് ഗെയിം. എന്ന് വെച്ചാൽ ഈഗോ പോലത്തെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മ ഇപ്പൊ സെയിലിന് പോവല്ലേ. ഓക്കെ, നമ്മളിപ്പോ സിറ്റിയിലാണെങ്കിലും ട്രോപ്പിക്സിലാണെങ്കിലും മൗണ്ടനിലാണെങ്കിലും നമ്മൾ സെയിലിന് നടക്കുമല്ലോ. ഓക്കെ, അപ്പൊ സെയിലിന് നടക്കും. നമ്മുടെ ഈ കൊള്ളൂലാത്ത വണ്ടികളാണെങ്കിൽ എന്താണ്, ആരും മേടിക്കാനൊന്നും വരത്തില്ല. ഓക്കെ, അപ്പൊ ആരും മേടിക്കാനും നമ്മളായിട്ട് കൂട്ടുകൂടാനും ഒന്നും ആരും നോക്കത്തുമില്ല. അവരുടെ ഒരു നല്ല വൈബിലുള്ള ഒരു ടർബോസ്നേഹിലും ഇതൊക്കെ വെച്ചിട്ട് പിന്നെ എക്സോസ്റ്റൊക്കെ അടിപൊളിയായിട്ട് കയറ്റിയിട്ടുള്ള ഒരു ആൾക്കാരായിട്ടൊക്കെ ആയിരിക്കും അവരുടെ വൈബും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളൊന്നും നോക്കത്തൂടിയില്ല അവര്. ഓക്കെ, അപ്പൊ അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊന്നും നോക്കത്തൂടിയില്ല. ഓക്കെ, എനിക്കൊക്കെ നല്ല അനുഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
ഞാൻ സെയിലിനെ കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ വണ്ടി ഇടുമ്പോൾ എൻ്റെ വണ്ടി ആരും വന്ന് മേടിക്കാറില്ല. ഓക്കെ. അപ്പൊ ഞാൻ 10,000 രൂപക്കാണ് ഇടണമെങ്കിലും ആ 10,000 ഒരു വിലയും കൂടി കാട്ടൂല. ഓക്കെ. അമാരെ കണ്ടിട്ട് നല്ലതാണ് ഒരു റേറ്റിംഗ് തന്നിട്ട് എന്താണ് അമാരുടെ വട്ടിന് പോവും. അമാരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് അവന്മാര് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ. പിന്നെ ഞാൻ ഒരു സെയിലിന് കയറിയിട്ട് ഓക്കെ. വേൾഡ് സെയിൽ എൻ്റെ ഇല്ല. ഞാനൊരു സെയിലിന് കയറിയപ്പോ ഒരു മച്ചാൻ, അതായത് മച്ചാന്റെ പേരൊന്നും ഞാൻ പറയണല്ലോ. ഓക്കെ. ഒരു മച്ചാൻ, ഞാൻ പേരൊക്കെ മറന്നുപോയി. ആ മച്ചാൻ്റെ ഒരു M5 ഉണ്ടായി. ഓക്കെ. ഒരു M5 നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ എടുത്തൊരു M5 കാര്യങ്ങളൊക്കെ ആ മച്ചാൻ്റെ ഉണ്ടായി. ഓക്കെ. അപ്പൊ ഞാൻ ആ മച്ചാന്റെ അടുത്ത് ചോദിച്ച് എനിക്കൊന്ന് ഓടിക്കാൻ തരുമോന്ന് വെച്ച് ഞാൻ ആ മച്ചാന്റെ അടുത്ത്. അപ്പൊ ആ മച്ചാൻ എന്നെ മൈൻഡ് ആക്കിയില്ലെന്ന് വെച്ചാ എന്നെ തിരിഞ്ഞൂടി നോക്കില്ല. ഓക്കെ. അതാണ് എനിക്ക് ഈഗോ ഒക്കെ അടിച്ച് കയറി അങ്ങനെ. ബട്ട് വൺ ഡേ ഒരു ദിവസം ഞാൻ M5 എടുക്കും. ഓക്കെ. M5 എടുത്തിട്ട് നല്ലോണം പണിക്കേറ്റും. ഓക്കെ. പണിക്കേറ്റി ഉണ്ടല്ലോ, ആ വണ്ടീനെ ഞാൻ അടിപൊളി ആക്കി എടുക്കും ഒരു ദിവസം. വൺ ഡേ. ഓക്കെ. വി വിൽ വൺ ഡേ. അങ്ങനെ അങ്ങനെ അവനെ എനിക്ക് ഓടിക്കാൻ തരൂലെന്ന് എനിക്ക് ആ ഒരു സെയില് കൊണ്ട് എനിക്ക് മനസ്സിലായി. ഓക്കെ. പിന്നെ അതെൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ കയറി കുറച്ച് റിവാർഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത്. അപ്പൊ ഞാൻ പിന്നെയും നോക്കിയപ്പോ പിന്നെയും ഇവനുണ്ടായി. ഏത് സെയിലിൽ തന്നെ പിന്നെയും ഇവനുണ്ടായി. അപ്പോൾ ഞാൻ പിന്നെയും ചോദിച്ചു ഇവൻ്റെ അടുത്ത്, ബ്രോ എനിക്കൊന്ന് വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? ഇവൻ മലയാളി തന്നെയാണ്. ഓടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല കേട്ടാ. പിന്നെ ഇവൻ വണ്ടി സെയിലാക്കാനിട്ടെന്ന് വെച്ചാൽ ഒരു 1 lakh. ആ സമയത്തൊക്കെ എനിക്ക് 1 lakh ഉണ്ടായി. ബട്ട് എനിക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടായി, എനിക്കൊരു കട എടുക്കണമെന്നുള്ളത്. അത് ഞാൻ ഇനി വന്ന വീഡിയോസിന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ കട എടുക്കണമെന്നുള്ളൊരു അച്ചീവ്മെന്റ് ഉള്ള കാരണം 2 lakh വേണമല്ലോ കട എടുക്കാൻ. അപ്പൊ ഞാൻ എടുത്തില്ല ആ വണ്ടി. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായ വണ്ടി എടുക്കണം. 1 lakh ഉണ്ടായുള്ള ആ വണ്ടിക്ക്. ഓക്കെ. അപ്പൊ എനിക്ക് നല്ലോണം ആഗ്രഹം ഉണ്ടായി അങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് എടുക്കണമെന്ന്. അപ്പൊ ഞാനതിന് ഇനിയും കൂടുതലും പ്രയത്നിക്കും. എന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ എനിക്ക് M5 ഇഷ്ടം എല്ലാ പിള്ളേർക്കും M5 ഇഷ്ടം ഉണ്ടാകും. അത് ഇപ്പം BMW ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും വണ്ടി ആയിക്കോട്ടെ, എല്ലാ പിള്ളേർക്കും എന്താണ് ക്രേസ് ഉള്ളൊരു സംഭവമാണ് ഈ കാർസ്. അല്ലേ? കാർസിനോട് എല്ലാ പിള്ളേർക്കും ക്രേസ് ഉണ്ട്. ഓക്കെ. അപ്പം എൻ്റെ കൂട്ടുകാരന്മാർക്ക് തന്നെ ഒരു എക്സാമ്പിളാണ്. അവന്മാർക്ക് എല്ലാ വണ്ടീനോടും ക്രേസ് ഉണ്ട്. ബട്ട് ഞാൻ എനിക്ക് പക്ഷേ ഈ ഒരു CPM എന്ന പറഞ്ഞൊരു ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഈഗോ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ. അപ്പം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായി ആ വണ്ടി മേടിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇവൻ്റെ അടുത്ത് വെറുതെ ഇട്ട് ചോദിച്ചു ഞാൻ, എനിക്ക് എന്തായാലും മേടിക്കാൻ പറ്റൂല ആ വണ്ടി, അത് വേറെ കാര്യം. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ഇട്ട് ചോദിച്ചു, ബ്രോ എനിക്ക് വണ്ടി ഒന്ന് തരോ, ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞു. അപ്പം ആ 1 lakh ഉണ്ടായുള്ള ആ വണ്ടിക്ക് ആ സമയത്ത് ഇവൻ ഇട്ട സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ ഇവൻ അതിൻ്റെ വില കൂട്ടി. മനസ്സിലായ? അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ ബ്രോ തരുമോയെന്ന് ചോദിച്ചപ്പോൾ ഇവൻ അതിൻ്റെ വില കൂട്ടി. എത്രയും ഒരു 3 lakh ആക്കി ഇതിൻ്റെ വില. ഞാൻ പറഞ്ഞു ബ്രോ ആദ്യം ഫസ്റ്റ് 1 lakh നല്ല ഇട്ടേച്ചാ പിന്നെ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവൻ പറഞ്ഞു നിനക്ക് വേണേ എടുത്തോളാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് വേണ്ട ബ്രോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ഓക്കെ. അവൻ ഈ CPM വിളിക്കണവൻ തന്നെ. അപ്പം അവൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ വന്ന് ഒരു M5 കൊണ്ടാണ് അവൻ വന്നത്. ഓക്കെ. ഞാൻ ഫോട്ടോ എടുത്തില്ലായിരുന്നു. ഓക്കെ. കാറിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പം എനിക്ക് കാറിന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട്. ഓക്കെ. അപ്പം
ഞാനപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു, എടാ എനിക്കൊരു റൈഡ് ഓടിക്കാൻ തരുമോടാന്ന് വെച്ചു. അവനും പറഞ്ഞു, എടാ ഇത് നിനക്കൊന്നും പറ്റണ ഇതാണ്, റൈഡും വണ്ടിയും കാര്യങ്ങളൊന്നും അല്ല, നീയൊക്കെ മറ്റേത് ന്യൂബിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഓടിക്കേണ്ടത്. CBM അത് ഫസ്റ്റ് കിട്ടുമല്ലോ ഗൈസ് ഒരു വണ്ടി, ആ വണ്ടി ഒക്കെയാണ് നീ ഓടിക്കേണ്ടത്, ഇതൊന്നും നിനക്കൊന്നും ഓടിച്ചാൽ താങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പറഞ്ഞു എടാ എന്നാൽ ഓക്കെ, എടാ നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ചു. എന്നിട്ട് എനിക്ക് എപ്പോഴും ഒരു ആശ ഉണ്ടായി ഗൈസ്, കാരണം എനിക്ക് മറ്റേവൻ എന്നെ തളർത്തി. അപ്പം ഞാൻ വെച്ച് ഇവനെങ്കിലും എന്നെ തളർത്താണ്ടിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. എന്നിട്ട് നീയൊന്ന് ഇതെടുക്കാൻ പോകണടാന്നൊക്കെ അവന് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചു. നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഗൈസ്. ഓക്കെ, നമ്മളാണ് അവൻ്റെ അടുത്ത് ചോദിച്ചത് ഓടിക്കാൻ തരുമെന്ന്, നമ്മ മോശക്കാരായി പോകും. അതുകൊണ്ട് ഞാനൊന്നും വേണ്ടിയില്ല. ഓക്കെ, അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളെന്ന് വെച്ചാൽ അത് കഴിഞ്ഞൊരു 2 days, ആഫ്റ്റർ 2 days മറ്റേ വണ്ടിക്കാരനെ പിന്നെ ഞാൻ കണ്ടുകൂട്ടാനിടയായി. അപ്പം പിന്നെ ആ സമയത്തൊന്നും സെയിലുണ്ടായില്ല, ആ സെയിലിന് ഇട്ടേച്ചില്ല അവൻ ആ വണ്ടി, ആ സമയത്തൊന്നല്ല ഞാൻ കണ്ട. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടി ചോദിച്ചു, ഞാൻ മണ്ടനാണ്, ഇങ്ങനെ ചോദിക്കുക, ആരുടെ അടുത്ത് ഇങ്ങനെ കിടന്ന് ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഒരു ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ കയറി ചോദിച്ചു. അപ്പം ആ ദിവസം ഓക്കെ തരാന്ന് പറഞ്ഞ്. ഇപ്പം എൻ്റെ കയ്യിൽ ചാർജ് ഒന്നുമില്ല, ഞാൻ അടുത്ത റൂം ഇടുമ്പോൾ നിന്നെ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ID അയച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റ ID എനിക്ക് അയച്ചു തന്നു. ഞാൻ പുള്ളിക്ക് IDയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇവൻ 2 ദിവസമായി 3 ദിവസം കഴിഞ്ഞ് ഞാൻ മെസ്സേജ്, ബ്രോ എന്താണ് ബ്രോ ഒരു വിവരമില്ലല്ലോ, 4 ദിവസമായി. പിന്നെയും ഞാൻ മെസ്സേജ് അയച്ചു, എന്താണ് ബ്രോ ഒരു വിവരമില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞ് ഒന്ന് മെസ്സേജ് അയക്കാണ്ടിരിക്കണ്ട, എനിക്ക് പണി ചെയ്യാനുള്ളതാണ്, ഇനി മെസ്സേജ് അയക്കണ്ട, ഞാൻ നിനക്ക് എപ്പോഴെങ്കിലും ഇനി വേറെ എപ്പോഴെങ്കിലും ഒരു ദിവസം വണ്ടി തരാമെന്ന് പറഞ്ഞു. ബട്ട് എൻ്റെ ഈഗോ, ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം M5 എടുത്തിട്ട് ഈ വീഡിയോയിൽ തന്നെ കാട്ടും ഗൈസ്. ഓക്കെ, എൻ്റെ വാശിയാണ്. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ള ഒരു വീഡിയോ. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റണേന്നൊക്കെ ഉള്ള കാര്യം. ഇപ്പം ചിലവർ നമ്മുടെ അടുത്ത് പറയും ഈ ടോൾ പ്ലാസയിലൊന്നും നിൽക്കാൻ പാടില്ല, പിന്നെ ലെവലൊന്നും കളിക്കാൻ പാടില്ല, ടാക്സി മോഡൊന്നും ഓടാൻ പാടില്ല. പക്ഷില്ല, ഞാൻ പറയണേ, നിങ്ങൾക്ക് ബെസ്റ്റ് വേ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൈസ മണി ഏൺ ചെയ്യാൻ ബെസ്റ്റ് വേ എന്ന് വെച്ചാൽ ഒന്നിലെ ടാക്സി, അല്ലെങ്കിൽ നിങ്ങൾ പാർക്കിങ്ങിൻ്റെ ആ മോഡ് കളിക്കാം ഗൈസ്. എനിക്ക് പാർക്കിങ്ങിൻ്റെ ഇത് കളിച്ചിട്ടാണ് എനിക്ക് 50,000 രൂപ കിട്ടി. ഒരു ദിവസം ഞാൻ കളിച്ചപ്പോൾ എനിക്ക് 50,000 രൂപ കിട്ടി. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ടാക്സി മോഡ് ഓടാം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞൊന്നും അങ്ങനെയൊന്നും ഇതാക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഓടിയാൽ മതി. ബട്ട് നിങ്ങൾക്ക് ഓടിയാലുള്ളൊരു ഗുണം, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ലോണം പൈസ ഏൺ ചെയ്യാൻ പറ്റും ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലോണം പൈസ ഏൺ ചെയ്തിട്ട് നല്ലോണം കാറുകൾ മോഡിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതിവിടെ തുറക്കണതിൻ്റെ സിമ്പിൾ ഒന്നാണ്. അതെനിക്ക് അറിയാൻ പാടില്ല, നടക്കാനായിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് പൈസ കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഓക്കെ, അടുത്ത വീഡിയോ എങ്ങനെ പൈസ ഏൺ ചെയ്യുന്നതിൻ്റെ ഒക്കെ ഉള്ള വീഡിയോ ആണ്. ഓക്കെ, പിന്നെ ഗൈസ്, നിങ്ങൾ ദൈവത്തോർത്ത് ക്രാക്ഡ് വെർഷൻ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കല്ലേ ഗൈസ്. ഓക്കെ, ക്രാക്ഡ് വെർഷൻ, അതായത് അൺലിമിറ്റഡ് മണിയുടെ വെർഷൻ, ഇപ്പം മിക്കവരുടെയൊക്കെ ഉള്ള കുഴപ്പമാണ് അൺലിമിറ്റഡ് മണി വെർഷൻ, കോയിൻ വെർഷൻ, അങ്ങനെയൊക്കെ. നിങ്ങൾ OG തന്നെ എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഫണ്ടും പൈസയും ഒക്കെ ഏൺ ചെയ്യാൻ നോക്കുക ഗൈസ്. ഓക്കെ, അതൊക്കെ നല്ലൊരു തീരുമാനമായിരിക്കും. ഞാൻ ആരെയും നിർബന്ധിപ്പിക്കൂല ക്രാക്ഡ് വെർഷൻ യൂസ് ചെയ്യണമെന്ന്. ക്രാക്ഡ് വെർഷൻ യൂസ് ചെയ്തിട്ട് പണി കിട്ടിയിട്ടുള്ള എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, അമാതിരി ക്രാക്ഡ് വെർഷൻ യൂസ് ചെയ്തിട്ട്
അവന്മാര് രണ്ടാമത്തെ ദിവസം എന്താണ്, ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി, രണ്ടാമത്തെ ദിവസം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി, മൂന്നാമത്തെ ദിവസം ഇപ്പം ഈ ഗെയിമിൽ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് നാലാമത്തെ ദിവസമായപ്പോൾ ഗെയിമേ എടുക്കാൻ പറ്റില്ല. കെയറും ഓട്ടോമാറ്റിക് ബാക്കാവും, കെയറും ഓട്ടോമാറ്റിക് ബാക്കാവും. എന്നിട്ട് ഇവൻ എൻ്റെ അടുത്ത് വന്ന് സൊല്യൂഷൻ ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞാടാ നീ ക്രാക്ഡ് വെർഷൻ യൂസ് ചെയ്യണോണ്ടായിരിക്കും ഡിലേറ്റ് ചെയ്ത് തന്നിട്ട് OG അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവൻ OG ഡൗൺലോഡാക്കി, പിന്നെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ക്രാക്ഡ് വെർഷൻ ആരും യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, യൂസ് ചെയ്യാൻ ഞാൻ പറയേയില്ല, നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, യുവർ ചോയ്സ്. ഓക്കെ, അപ്പം എനിക്കൊരു ഇതുള്ളത് ക്രാക്ഡ് വെർഷൻ യൂസ് ചെയ്യേണ്ടതാണ്. ഞാൻ ആദ്യം ക്രാക്ഡ് വെർഷനാണ് യൂസ് ചെയ്യാൻ പോയത്. അപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ അങ്ങനെ യൂസ് ചെയ്യണ്ട, യൂസ് ചെയ്തിട്ട് പണിയാവും എന്നൊക്കെ. പിന്നെ ഞാൻ OG വെർഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. OG വെർഷൻ തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പം എന്നാലും അത്രയുള്ളൂ. ഈ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരന്മാരെ ഒക്കെ ടാർഗറ്റൊന്നുമില്ല. ഓക്കെ, അപ്പം എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് പിന്നെയും കാണാം. പിന്നെ ബെസ്റ്റ് കളിക്കുന്നതിൻ്റെയൊക്കെയുള്ള കാര്യം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയട്ടെ. ഓക്കെ, ബൈ.